everyone, welcome to RK Classes. I am Aditya, your English buddy. അപ്പോൾ നമ്മുടെ ഗ്രാമർ സീരീസിന്റെ സെക്കൻഡ് വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കോൺവെർസേഷൻ കംപ്ലീഷനിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു കുട്ടി ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വേഗം തന്നെ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് ചെയ്യാൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. ഓണം എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ എപ്പോഴും ചെയ്യണം അല്ലേ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കണം, ഡു യു വാച്ച് ബ്രഹ്മയുഗം? ഡോണ്ട് യു? ഇനി ബ്രഹ്മയുഗ സിനിമ ഉണ്ടോ? നമ്മൾ വീണ്ടും എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിരുന്നോ അല്ലേ? നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ, ആണോ അല്ലേ? ഇതെപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കുള്ള ഒരു ശീലമാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ അല്ലേ, അങ്ങനെ തന്നെയാണോ അല്ലെ, നമ്മൾ അങ്ങനെ നമുക്ക് കുത്തി കുത്തി ചോദിക്കുന്ന കുറച്ച് സ്വഭാവം ഉണ്ട് അല്ലെ. സോ ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഇംഗ്ലീഷുകാർ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കുക, ആർ യു കമ്മിങ് വിത്ത് മീ? നീ എന്റെ കൂടെ പോരുന്നോ, ഉണ്ടോ അല്ലെ? അങ്ങനെ ചോദിക്കുന്നതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാം. പക്ഷെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ മലയാളത്തിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചോദിച്ചാൽ മതി, ഉണ്ടോ, വരുന്നോ, പോകുന്നോ, എന്ത് വേണേൽ ചോദിച്ചാൽ മതി. പക്ഷെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. സോ ഈ റൂൾസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. അങ്ങനെ വലിയ ടഫായിട്ടുള്ള റൂൾസ് ഒന്നല്ല, കുട്ടി കുട്ടി കാര്യങ്ങളാണ്, നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഓർത്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് തരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് എങ്ങനെയാ അറിയോ മനസ്സിലാക്കാം. നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് മനസ്സിലാക്കാൻ എപ്പോഴും ഒരു സെന്റൻസ് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും, ഒരു കോമ ഉണ്ടാവും. ആ കോമ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡാഷ് ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ചോദിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ എപ്പോഴും അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവുക. ഒരു സെന്റൻസ് തരുന്നു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ഒരു ഫസ്റ്റ് പോർഷൻ തരുന്നു, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെയാണെങ്കിൽ അതെന്താണ്, അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ ടാഗിന് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു പോർഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞൊരു കോമ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് എന്തുണ്ടാവുക, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവുക. സോ ഓക്സിലറി വേർബ് ആണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഓക്സിലറി വേർബ് ഉണ്ട് ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ, ഇപ്പൊ ഇവിടെ നോക്കിയേ, ഹീ ഈസ് യുവർ ഫ്രണ്ട്, ഇവിടെ ഏത് ഓക്സിലറി വേർബ്, ഈസ് ആണ് അല്ലെ. അപ്പൊ ഷീ ക്യാൻ സ്പീക്ക് ഫ്രഞ്ച്, ഇവിടെ ഏത് ഓക്സിലറി വേർബ്, ക്യാൻ ആണ്. ഓക്കെ, ദേ ഡോണ്ട് ലൈക്ക് യു, ഇവിടെ ഏതാണ് ഓക്സിലറി വേർബ്, ഡു നോട്ട് എന്നാണ്. ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡു ആണ് ഇവിടെയുള്ള ഓക്സിലറി വേർബ്. ഈ ഓക്സിലറി വേർബ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ ക്ലോസിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു മെയിൻ ക്ലോസ് അല്ല, ആ ഒരു ക്വസ്റ്റ്യൻ ടാഗിന്റെ പോർഷനിലേക്ക് എടുക്കേണ്ടത്. ഓക്കെ, ഒരു ഓക്സിലറി വേർബ് ആ ഒരു ക്വസ്റ്റ്യനിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓക്സിലറി വേർബിനെ വേണം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ടാഗിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ. ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെ. ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇറ്റ് ഹാസ്, ഡു, ഡിഡ്, ഡസ്. ഓക്കെ, ഡു, ഡു, ഡസ്, ഡിഡ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു സെന്റൻസിൽ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ അവിടെ ഓക്സിലറി വേർബ് ഒന്നും നിങ്ങൾ കാണുന്നില്ല, പക്ഷെ അവിടെ ഒരു വേർബ് ഉണ്ട്. ആ വേർബിന്റെ ഫസ്റ്റ് ടെൻസിൽ അല്ലെങ്കിൽ V1 ഫോമിലാണെങ്കിൽ നമ്മൾ ഡു എടുക്കണം, എസ് ഉള്ള ഫോമിലാണെങ്കിൽ ഡസ് എടുക്കണം, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം, ഡിഡ് എടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ ഓക്സിലറി വേർബിനെ വേണം ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കൊണ്ടുവരാൻ. ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ്, ഇങ്ങനെ ആ ഒരു വേർബിന്റെ ടെൻസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഓക്സിലറി വേർബിനെ നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് കൊണ്ടുവരണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, ഡിഡ് നോട്ട് ഉണ്ടല്ലേ, ഇവിടെ നോട്ട് ഉണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും, ഡിഡ് ആയിരിക്കും, ഡിഡ് ഹി. ഓക്കെ, ആ ഡിഡ് എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രോണൗൺ എഴുതുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അവിടെ ആ ഒരു ഓക്സിലറി വേർബ് വരുന്നു, ഓക്സിലറി വേർബ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നമ്മൾ പോസിറ്റീവ് എഴുതുന്നു, എന്നിട്ട് അവിടെയുള്ള അല്ലെങ്കിൽ അവിടെ ആപ്റ്റ് ആയിട്ടുള്ള പ്രോണൗൺ ഏതാണോ അത് എഴുതുന്നു, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നെഗറ്റീവ് വേർഡ്സ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വോണ്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, വിൽ നോട്ട് ആണല്ലേ. വിൽ നോട്ടിനെയാണ് നമ്മൾ വോണ്ട് എന്ന് എഴുതുക. അപ്പൊ അവിടെയുള്ള ഓക്സിലറി വേർബ് എഴുതാണ്, വില്ലിനെ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ നെഗറ്റീവ് ആണ് നമ്മുടെ സെന്റൻസിൽ ഉള്ളതെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ അതെന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം എഴുതേണ്ടത്. അതേപോലെ തന്നെയാണ് പോസിറ്റീവ് ആണുള്ളതെങ്കിലോ, പോസിറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റിൽ ഉള്ളതെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും.
അപ്പോൾ ഷീ ക്യാൻ പ്ലേ ദ പിയാനോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്സിലറി വേർബ് ക്യാൻ ആണ്. ആദ്യം ഓക്സിലറി വേർബ് ഉണ്ടോ നോക്കുക. ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, നമ്മൾ ക്യാനിനെടുത്ത് എഴുതുന്നു. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുന്നു, കാൺ ഷീ. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ആയിട്ട് എഴുതുമ്പോൾ എപ്പോഴും കോൺട്രാക്റ്റഡ് ഫോമിൽ തന്നെ, ഇങ്ങനെ ഷോർട്ടൺ ഫോമിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇവിടെ നോക്കിയേ, വി ഷുഡ് ലീവ് സൂൺ. ഇവിടെ ഓക്സിലറി വേർബ് ഷുഡ് ആണ്, അത് പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊണ്ടുവരണം, നെഗറ്റീവ് ഫോം ആക്കണം. ഷുഡ് ഇൻ വി. ഇവിടെ വി ആണ് പ്രൊണൗൺ ഉള്ളത്, അത് നമ്മൾ അങ്ങോട്ട് എടുത്ത് എഴുതി. ക്ലിയർ? സോ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് ഓക്സിലറി വേർബ്. ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ വേർബ് ഏതാന്ന് നോക്കുക. എന്നിട്ട് ഡു, ഡസ്, ഡിഡ് ഏതാ വരുന്നത് നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ വരുന്നത്, യെസ്, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. ഇത്ര കാര്യങ്ങളെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ ഓർത്ത് വെക്കേണ്ടതുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐ ആം എന്നാണ് വരുന്നതെങ്കിൽ, നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഐ ആം എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഐ ആം എന്നുള്ളതിൽ ആറാണ് അവിടെ എന്തായിട്ട് എടുക്കേണ്ടത്, അവിടെയുള്ള ഓക്സിലറി വേർബ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ആം അല്ല ആമിൻഡൈ എന്ന് നമ്മൾ ചോദിക്കില്ല, അല്ലെങ്കിൽ ആമൈ എന്ന് നമ്മൾ ചോദിക്കും, ആമൈ എന്ന് ചോദിക്കും, ആമിൻഡൈ എന്ന് നമ്മൾ ചോദിക്കില്ല. അപ്പോൾ അവിടെ എന്ത് വരണം, ആറായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓക്സിലറി വേർബ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ആം ഹാപ്പി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ആം ആണ് അല്ലെ, ആം ആണ് ഓക്സിലറി വേർബ് ആയിട്ടുള്ളത്. പക്ഷെ ഇത് പോസിറ്റീവ് ആണ്, നമ്മൾ ആമിൻഡൈ എന്ന് ചോദിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം, ആർ ഇൻഡൈ എന്നാണ് ചോദിക്കേണ്ടത്. ഓക്കെ, ഇനി ആം നോട്ട് ആണെങ്കിലോ, ആം നോട്ട് ആണെങ്കിൽ ആർ ഐ എന്നല്ല ചോദിക്കേണ്ടത്. ആം നോട്ട് നെഗറ്റീവ് അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആം ഐ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇത് എക്സെപ്ഷണൽ കേസ് ആണ്, ഓർത്ത് വെക്കുക. ആം വരുമ്പോൾ ആം ഹാപ്പി എന്ന് പറയുകയാണെങ്കിൽ ആം പോസിറ്റീവ് സെൻസിൽ യൂസ് ചെയ്താൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വരുമ്പോൾ ആർ ഇൻഡ് ഐ എന്ന് യൂസ് ചെയ്യണം. ആം നോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്താൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം, ആം ഐ യൂസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇനി വരുന്നതാണ് ലെറ്റ്. ലെറ്റ് വെച്ചിട്ടുള്ള സെന്റൻസ് വരാറുണ്ട്. ലെറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, ലെറ്റ്സ് ഗോ ടു ദ മൂവി അല്ലെങ്കിൽ ലെറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സെന്റൻസസ് വരാറുണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് വരാറുണ്ട്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ്, ഷാൾ വി ആണ് കേട്ടോ. അപ്പൊ ലെറ്റ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഷാൾ വി എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു റിക്വസ്റ്റ് ഒക്കെ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഇമ്പാരറ്റീവ് സെന്റൻസസുകൾ ഉണ്ടല്ലോ, കമാൻഡ് പറയാണ് യു ഷുഡ് ഡു ദാറ്റ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചോദിക്കുകയാണ് പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്നൊക്കെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് സെൻസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ സെൻസ് റിക്വസ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ സെന്റൻസ് അവർക്ക് മനസ്സിലാക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞു. അപ്പൊ അത് റിക്വസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓപ്പൺ ആണ്, ഓപ്പൺ എന്ന് പറയുന്നത് ഡു ആണ് വരിക, ഡു യു എന്ന് ചോദിക്കാന്ന് വിചാരിക്കും. പക്ഷെ അതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം, വിൽ യു എന്ന് യൂസ് ചെയ്യണം. അപ്പൊ നോക്കി, ഇതിപ്പോ ഒരു കമാൻഡ് ആണ്, ഡോണ്ട് ബി ലേറ്റ്. അപ്പൊ നമ്മൾ ഡോണ്ട് കാണുമ്പോൾ നമ്മൾ ഡു യു എന്നായിരിക്കില്ലേ ചോദിക്കാം, പക്ഷെ നമ്മൾ എന്ത് ചോദിക്കണം, വിൽ യു എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ ഇമ്പാരറ്റീവ് സെന്റൻസസുകളായിട്ട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കമാൻഡോ റിക്വസ്റ്റ് ഒക്കെ ആകുമ്പോൾ അവിടെ എന്ത് വരണം, വില്ലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ രണ്ട് എക്സെപ്ഷണൽ കേസസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ ലെറ്റ്സ് വരുമ്പോൾ എന്ത് വരണം, ഷാള് വരണം. അതുപോലെ തന്നെ ഇമ്പറേറ്റീവ് സെന്റൻസസ് ആയിട്ട് കമാൻഡും റിക്വസ്റ്റ് ഒക്കെ ആകുമ്പോൾ അവിടെ എന്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, വില്ല് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. യു ലൈക്ക് ടൊവിനോ. അപ്പൊ ഇവിടെ ഓക്സിലറി വേർബ് ഇല്ല, ലൈക്ക് ആണുള്ളത്. ലൈക്ക് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് ഡു നമുക്ക് എടുക്കാം. അപ്പോൾ ഡു എന്ന് എഴുതി. ഇത് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ എന്താക്കണം, നെഗറ്റീവ് ആക്കണം. ഡോണ്ട് യു എന്നുള്ളതാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി വി ഹാവ് ഫിനിഷ്, ഇവിടെ ഹാവ് ആണുള്ളത്, ഹാവ് എടുത്ത് എഴുതി, അവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ ഹാവ് ഇൻ വി. ക്ലിയർ? ഇനി അടുത്തത് ഡു യു ലൈക്ക് ടീ. ഇവിടെ ഡു വന്നു, ഡു എടുത്ത് എഴുതി. പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കണം, ഡോണ്ട് യു. ക്ലിയർ? ഇനി ദിയ വിൽ ഹെൽപ്പ്. ഇവിടെ എന്തുണ്ട്, വിൽ എന്നുള്ള ഓക്സിലറി വേർബ് ഉണ്ട്. അപ്പൊ വിൽ നോട്ട് ആക്കണം. വിൽ നോട്ടിന് നമ്മൾ എന്താ എഴുതുക, വോണ്ട് ആണ്, വോണ്ട് ഷീ. ക്ലിയർ? സോ ഷീ ഈസ് ഇൻ ഡോട്ടർ, ഈസ് ഇൻ, ഈസ് നോട്ട് ആണ്. അപ്പൊ ഈസ് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ആവണം, ഈസ് ഷീ. കറക്റ്റ് ആൻസർ. ഇനി ഹി സ്കെയർസ്ലി നോസ് ദ വേ. അപ്പൊ ഇവിടെ നിങ്ങൾ വിചാരിക്കും നോസ്, നോസ് കണ്ടു. അപ്പൊ ഡസ് അപ്പൊ ഡസ് ഷീ, ഡസിൻ ഷീ എന്ന് എഴുതാന്ന് വിചാരിക്കും. പക്ഷെ ഇത് തെറ്റാ. ഈ സ്കെയർസ്ലി എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വേർഡാണ്. നമ്മൾ പറഞ്ഞു സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇത് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ഉണ്ട്. നെവർ, നോബഡി, നത്തിങ്, നോ വൺ, ഹാർഡ്ലി, സ്കെയർസ്ലി.
ഈ വേർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ, അത് ആ സ്റ്റേറ്റ്മെന്റിനെ നെഗറ്റീവ് ആക്കും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഇതിന്റെ ആൻസർ കറക്റ്റ് ഏതാ വരിക, ഡസ് ഷീ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ നമ്മൾ അത്യാവശ്യം നിങ്ങൾക്ക് ചോദിക്കാവുന്ന എല്ലാ എക്സെപ്ഷണൽ കേസും പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതലൊന്നും എന്ത് ചെയ്യില്ല എന്റെ മക്കൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കില്ല. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്താലോ, 2 ക്വസ്റ്റ്യൻ ചെയ്യാം. സ്പിൽമാൻ യു ആർ ലീവിങ് വാർസോ. നമ്മൾ ആദ്യം നോക്കുക, ഇവിടെ എന്താ ഉള്ളത്, ആറാണ് ഉള്ളത്. ആറാണ്, ഓക്സിലറി വേർബ് ഉണ്ട്, നമുക്കത് എടുത്ത് എഴുതാം. ഇനി ഇവിടെ പോസിറ്റീവ് സെന്റൻസ് ആണ്, നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. അപ്പൊ ആറിൻറ്റ്, അവിടെയുള്ള ഓക്സിലറി വേർബ് സോറി പ്രൊണൗൺ ഏതാ, യു ആണ്. അപ്പൊ ആറിൻറ്റ് യു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. വീണു നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ സ്പൈഡർ വുമൺ ഷോ ഈസ് അട്രാക്ടിങ് ഹ്യൂജ് ക്രൗഡ്സ്. ഓക്കെ, സോ ഇവിടെയുള്ള ഓക്സിലറി വേർബ് ഏതാ, ഈസ് ഉണ്ട്. ദ സ്പൈഡർ വുമൺ ഷോ ഈസ് അട്രാക്ടിങ് ഹ്യൂജ് ക്രൗഡ്സ്. ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ഒന്നുമില്ല, നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഈ സെൻസ് 8 അല്ലെ, അതൊരു ഷോ ആണ്. അപ്പോൾ അവിടെ കറക്റ്റ് പ്രൊണൗൺ ഏതാ വരിക, ഇറ്റ് ആണ് വരിക. ഇസ്ന്റ് ഇറ്റ്? ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ടാഗ്സ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാവരും പോയിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. സോ ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ഗ്രാമർ പോർഷൻസ് ആണ് വേണ്ടത് എന്നുള്ളത് കൂടി എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ റിപ്ലൈ തരാറുണ്ട്. സോ എന്തൊക്കെ ഗ്രാമർ പോർഷൻസ് ആണ് ഇനി നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ ഈസിന്ന് നമുക്കൊരു ഡിഫിക്കൽട്ട് ലെവലിലേക്ക് അങ്ങനെ പോവാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രാസ്പ് ചെയ്യാൻ എന്തായിരിക്കും, ഈസി ആയിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, കുട്ടി ഗ്രാമർ പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായിരിക്കും, ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ ഗ്രാമർ പോർഷൻസ് ആണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് വേണ്ട ഗ്രാമർ പോർഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് എൻ്റെ മക്കൾ താഴെ കമന്റ് ചെയ്യുക. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഈ ഗ്രാമർ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. സോ ലവ് യു ഓൾ, ബൈ.